ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ഭൂമിയിലെ ചിറകില്ലാത്ത മാലാഖമാരാണ് നേഴ്സുമാർ എന്നാണ് പറയാറുള്ളത്. അവരുടെ അത്രയും സേവന മനോഭാവമുള്ളവര് വേറൊരു പ്രൊഫഷനിലുണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ഏത് മരണസന്ധിയിലും ആപത്ഘട്ട മീൻസ് ആക്സിഡന്റായി ബ്ലഡിൽ കുളിച്ചു ചെല്ലുമ്പോഴും ഒരു രോഗത്തിന്റെ വേദന കൊണ്ട് പിടഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും ഒക്കെ ആശ്വാസ വാക്കുകളിൽ കൂടി നമ്മളെ ആശ്വസിപ്പിക്കുന്നവരാണ് നമ്മുടെ നേഴ്സുമാര്. ഈ കോവിഡ് സമയത്ത് ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി അവർ കടന്നു പോകുന്നത് അല്ലേ. അപ്പൊ അവരുടെ ആ ഒരു മനസാന്നിധ്യം നമുക്ക് അവരുടെ മുന്നിൽ നമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് പോവുകയാണ്. നമുക്ക് പ്ലസ് ടുവിന്റെ ആദ്യത്തെ ചാപ്റ്ററിന്റെ എൻഡിങ് ഭാഗത്തോട്ടൊക്കെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ അകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് എന്ന് പറഞ്ഞു നിർത്തുകയുണ്ടായി. ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് ലൈൻസ് നമ്മുടെ വെക്ടർ ഏരിയയ്ക്ക് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ട് കടന്നു പോവുകയോ സർഫസിന്റെ അകത്തോടെ നോർമലായിട്ട് തുളച്ചു കയറി പോവുകയാണ് എങ്കിൽ അവിടെയാണ് നമ്മൾ ഫ്ലക്സ്, ഒരു ബന്ധം സ്ഥാപിച്ച ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ നമുക്ക് ഗോസസ് തിയറം പഠിക്കണമെങ്കിൽ അതിന്റെ അകത്ത് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് പറഞ്ഞു. ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം, കണ്ടക്ഷൻ മെത്തേഡിൽ കൂടി, ഇൻഡക്ഷൻ മെത്തേഡിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ സ്കെയില് അങ്ങനെ നമ്മൾ പറഞ്ഞു മുടിയിൽ മേൽ ഉറത്തി കഴിയുമ്പോൾ പേപ്പറിൽ പിടിക്കുന്നത് എന്തുകൊണ്ട്, ഫ്രിക്ഷൻ ബൈ ഫ്രിക്ഷൻ, ചാർജ് ബൈ ഫ്രിക്ഷൻ, ഡിഫറെന്റ് മെത്തേഡ്സിൽ കൂടി നമുക്ക് ഒബ്ജക്ട്സുകളെ എന്താക്കി മാറ്റാം, ചാർജിലുള്ള ഒബ്ജക്ട്സ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ചാർജ്, നമ്മളിപ്പോ ചാർജ് സ്കെയിൽ ഇങ്ങനെ തലയിലിട്ട് ഉരസി ഫ്രിക്ഷൻ ബൈ ഫ്രിക്ഷൻ വഴി നമുക്ക് ആ ചാർജിനെ സ്കെയിലിനെ ചാർജ് ഉള്ളതാക്കി മാറ്റി കഴിയുമ്പോൾ ആ വസ്തുവിന്മേൽ കിട്ടിയ ചാർജുകളെല്ലാം ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു ഒബ്ജക്റ്റിലോട്ട് മൊത്തം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അത് ഓരോ വസ്തുവിന്റെയും ഏത് തരത്തിലുള്ള വസ്തുവാണ്, എങ്ങനെയാണ്, അതിന്റെ നേച്ചർ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ അനുസരിച്ച്, അതിന്റെ സൈസിനനുസരിച്ച്, അതിന്റെ ഡയമെൻഷൻ അനുസരിച്ചിട്ട് ഒക്കെ എന്തിന് വ്യത്യാസമുണ്ട്. ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഓവർ ദി ബോഡി അല്ലെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ അത് 3 തരത്തിലാണ് നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ആ 3 ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ മെത്തേഡ് എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്, സർഫസ് ചാർജ് ചാർജ് അല്ലെങ്കിൽ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, 3 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, when a body is charged, the charge distributed equally all over the body. ആ ചാർജ് ഒരു സ്ഥലത്ത് ഇരിക്കുമല്ല, കിട്ടിയ ചാർജ് ഒരു സ്ഥലത്ത് ഇരിക്കുമല്ല ചെയ്യുന്നത്, അത് ഈക്വലി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. ആ ബോഡിയിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യും. ആ സ്പ്രെഡ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അത് 1 ഡയമെൻഷൻ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ 1 ഡയമെൻഷൻ ആകാം, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് 2 ഡയമെൻഷൻ ആണ്, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് 3 ഡയമെൻഷൻ ആണ്. അപ്പൊ അത് അതിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വസ്തുവിന്റെ നേച്ചർ, ഡയമെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ്. 3 തരത്തിലാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ആൻഡ് വോളിയം. ഇനി ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ചാർജ് നമുക്കറിയാം. ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ എടുത്ത് വളരെ കനം കുറഞ്ഞിട്ട് തിന്നായിട്ടുള്ള ഒരു വയർ എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വയർ എടുത്താൽ നമ്മൾ അതിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് ആ വസ്തു നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു വഴി ഒരു ടവലിട്ട് ഉരസി ഫ്രിക്ഷൻ വഴി ആ വസ്തു ചാർജഡ് ആയി എന്ന് വിചാരിക്കാം. ചാർജഡ് ആയെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ചാർജ്, ഫ്രിക്ഷൻ വഴി കിട്ടിയ ചാർജ് ആ ഒബ്ജക്റ്റ്, ആ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലോങ് സ്ട്രെയിറ്റ് വയറില് എന്ത് ചെയ്യും, ചാർജ് ഇങ്ങനെ അതിന്റെ ലെന്തിനനുസരിച്ചിട്ട് പ്രൊപ്പോർഷണൽ ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അവിടെ എന്താ ലെന്ത്, ലോങ്, അതിന് ഏരിയ, അതിന്റെ നീളം, വീതി വെച്ച് നോക്കുമ്പോൾ അതിന്റെ നീളമാണ് കൂടുതൽ ലോങ് ആയിട്ട് നിൽക്കുന്നത്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ അതെന്ത് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആ വയറിന്റെ നീളമാണ് കൂടുതലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ചാർജ് മുഴുവൻ എങ്ങോട്ട് ലീനിയർ ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും.
അങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ലൈനോറെ അല്ലെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നില്ല, ഒരു വളഞ്ഞ കമ്പിയാണ്, ഒരു ചെറിയൊരു കമ്പി വളഞ്ഞ കമ്പിയാണ് എങ്കിൽ ആ കമ്പി കർവ്ഡ് പാത്തിൽ കൂടെയാണെങ്കിൽ ആ രണ്ട് രീതിയിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കാം. ഇനി നമ്മൾ എടുക്കുകയാണ്, ഇപ്പൊ ഒരു അസ്യൂം ചെയ്യുന്നു, ഒരു ഇൻഫിനിറ്റിയിലെ ലോങ് സ്ട്രെയിറ്റ് വയർ എടുക്കുന്നു. ആ വയറിന്റെ ലെന്ത് L ആണ്. അതിൽ നമ്മള് ഫ്രിക്ഷൻ വഴി ചെയ്ത് കഴിയുമ്പോൾ അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് സ്മോൾ ക്യൂ എമൗണ്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടുത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിനിറ്റിയിലെ ലോങ് സ്ട്രെയിറ്റ് വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ചാർജ് പെർ യൂണിറ്റ് ലെന്തിലുണ്ടാകുന്ന ലീനിയർ ചാർജ് ഡെൻസിറ്റി മീൻസ് യൂണിറ്റ് ലെന്തിലുണ്ടാകുന്ന അതിൽ എത്രമാത്രം ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഒരു യൂണിറ്റ് ലെന്ത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ലെന്ത്. ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ലെന്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഇവിടെ എത്രയാ, Q ആണ്. ദാറ്റ് ഈസ് Q ഡിവൈഡ് ബൈ ലെന്ത് L. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇനി മുന്നോട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക, ലീനിയർ ചാർജ് ഡെൻസിറ്റി ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു Q ബൈ L ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെന്തിനെ നമ്മുടെ ഒരു മെഷർമെന്റ്സേ ഉള്ളൂ, ലെന്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് പറയും, സെന്റിമീറ്റർ അല്ല കൂളം റേസ് ടു ചാർജിന്റെ കൂളം ഡിവൈഡ് ബൈ ലെന്തിന്റെ മീറ്റർ. സെന്റിമീറ്റർ അല്ല ചാർജിന്റെ ചാർജിന്റെ കൂളവും ലെന്തിന്റെ മീറ്ററുമാണ് CM റേസ് ടു -1. കൂളം റേസ് ടു -1 ആണ് അതിന്റെ യൂണിറ്റ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മുടെ ഒരു കണ്ടക്ടേഴ്സ് എടുക്കുക, കണ്ടക്ടർ മെറ്റൽ വയർ എടുക്കുകയാണെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ കേസസിൽ നമുക്ക് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു കണ്ടക്ടേഴ്സിന്റെ അകത്ത് ഇൻസൈഡിന്റെ അകത്ത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നുമില്ല, അതിന്റെ സർഫസിന്റെ അകത്ത് അല്ലെങ്കിൽ എത്രമാത്രം കണ്ടക്ടേഴ്സിന്റെ അകത്ത് കൊണ്ട് നമ്മൾ ചാർജ് ചെയ്താൽ ആ ചാർജ് മുഴുവൻ എന്ത് ചെയ്യും, അതിന്റെ അകത്തിരിക്കാതെ തന്നെ അതിന്റെ സർഫസിൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പൊ നമ്മളൊരു ഏതെങ്കിലും ഒരു കണ്ടക്ടേഴ്സിനെ എടുത്തിട്ട് ചാർജ് ചെയ്യുകയാണ് എങ്കിൽ അതിന് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആ വസ്തു ചാർജ് ആയാൽ ആ ചാർജിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്പിയറിനെ എടുത്തിട്ട് മെറ്റല് ഒരു കണ്ടക്ടേഴ്സ് ആയ ഒരു മെറ്റലിനെ എടുത്തിട്ട് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്തും ഒക്കെ നമ്മൾ ചാർജ് ചെയ്തു നോക്കാം. അപ്പൊ ആ ചാർജ് എല്ലാം കൂടെ എന്ത് ചെയ്യും, അതിനൊരു പ്രത്യേകതയുള്ളത് ഈ ചാർജ് മുഴുവൻ ഇതിന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇതിന്റെ സർഫസിൽ മാത്രമാണ്. സർഫസിന്റെ അകത്തോട്ട് അകത്ത് ചെയ്തെല്ലാം കൂടെ ഓടി അങ്ങോട്ട് വരും. ഈ പുറത്ത് ഇതിന്റെ സർഫസിൽ മാത്രമേ ഉള്ളൂ ചാർജ് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഈ പുറത്ത് മാത്രമേ ഉള്ളൂ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസസ് ആണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പ്ലെയിൻ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഏരിയ, പ്ലെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി ഏരിയയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഒരു ഏരിയ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ആണ് അത് വരുന്നത്. അതിന്റെ ഫോർ എക്സാമ്പിൾ സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടക്ടേഴ്സിന്റെ ഒക്കെ സർഫസിൽ മാത്രമാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ സർഫസിൽ മാത്രമാണ് എങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ സർഫസ് എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്യൂ amount ഓഫ് ചാർജ് ആണ് നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ക്യൂ amount ഓഫ് ചാർജ് ആണ് നമ്മളിവിടെ നമുക്ക് ചാർജ് ചെയ്ത ആ ഒബ്ജക്റ്റിന് കിട്ടിയത് എന്ന് വിചാരിക്കാം. അവിടത്തെ ഏരിയ A ആണ് എങ്കിൽ ആ ഒരു സർഫസിന്റെ ഒരു പ്ലെയിൻ ഷീറ്റിന്റെ ഏരിയ A ആണ് എങ്കിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, സർഫസ് ചാർജ് ഡെൻസിറ്റി മീൻസ് യൂണിറ്റ് ഏരിയയിൽ ഇവിടെ യൂണിറ്റ് ലെന്ത് ആണ് എങ്കിൽ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ചാർജ് അതിന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ കൊണ്ടാണ്. സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഇത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കൊണ്ടാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ ഇവിടെ L ആണ് എങ്കിൽ ഇവിടെ എത്ര വരും, ഏരിയ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് കൂളം. ഏരിയ എന്ന് പറയുന്നത് നീളം ഗുണം വീതിയാണ്. അപ്പൊ കൂളം മീറ്റർ റേസ് ടു -2. കൂളം മീറ്റർ റേസ് ടു -2. കൂളം മീറ്റർ റേസ് ടു -2. നെക്സ്റ്റ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇത് സാധാരണ സർഫസ് ചാർജ് കേസസ് ഒക്കെ സാധാരണ വരുന്നത് മെറ്റൽസിന്റെ കേസസിലാണ്. മെറ്റൽസിന്റെ കേസസിൽ നമ്മൾ ചാർജിനെ ഫ്രിക്ഷൻ വഴിയോ
ഇൻഡക്ഷൻ വഴിയോ കണ്ടക്ഷൻ വഴിയോ ഒക്കെ ഒരു ഒബ്ജക്റ്റിനെ, ഒരു മെറ്റലിനെ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ലോങ് വയേഴ്സിന്റെ ഒക്കെ കേസസ്. ഇവിടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസിന്റെ കേസസിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകം വേറൊരു ഷേപ്പുള്ള ഒരു നോൺ മെറ്റൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസസിൽ ഇതുപോലെ തന്നെയാണ്. ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ കൊടുക്കുന്നു. അവിടുത്തെ വോളിയം വി ആണ് എങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോ ആണ്. റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. റോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റൽസിന്റെ ഒക്കെ കേസസിലാണ് സാധാരണയായിട്ട് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് മെറ്റൽസിന്റെ കേസസിൽ, ഇത് ലോങ് സ്ട്രെയിറ്റ് ഇൻഫിനിറ്റിയിലെ ലോങ് വയേഴ്സിന്റെ ഒക്കെ കേസസ്. അപ്പം ഇവിടെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ വി ആണ്. ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ്, വി ഇസ് ദി വോളിയം. നമ്മൾ എടുക്കുന്ന ക്യൂബിന്റെ ഒക്കെ വോളിയം ആണ് വി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് എത്തുന്നത് വരും കൂളം മീറ്റർ റേസ് ടു -3 ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ 3 തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ: ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷന്, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന് ആൻഡ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. എവിടെയെങ്കിലും ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കും. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ഐ എടുക്കും. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷന് റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഏതെങ്കിലും മെത്തേഡ് വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിന്റെ അകത്തെ ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ എ നേച്ചർ ആൻഡ് ഡയമെൻഷൻ ഓഫ് ദി ബോഡിയാണ്. അതിനനുസരിച്ചിട്ട് ലീനിയർ ചാർജ് ആണോ, സർഫസ് ചാർജ് ആണോ, വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളിനി ഗോസസ് തിയറത്തിന്റെ അകത്തോട്ട് നമുക്കിനി പഠിക്കാനുള്ളത് ഗോസസ് ലോ ആണ്, അല്ലെങ്കിൽ ഗോസസ് തിയറമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗോസസ് തിയറും അതിന്റെ ആപ്ലിക്കേഷനും. എല്ലാ എക്സാമിനും ഒന്നെങ്കിൽ ഗോസസ് തിയറും അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പം ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ഒരു ഗോസസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു ലോയാണ് ഗോസസ് തിയറം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് എന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ യൂണിഫോമിലി ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ആദ്യം പാരലൽ ലൈൻസ്, ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പാരലൽ ലൈൻസ് ആയിട്ട് ഈ ഫിഗറിൽ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞു അത് ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതെങ്കിലും സർഫസിനെ തുളച്ച് കയറി പുറത്ത് വരുമ്പോഴാണ് അല്ലെങ്കിൽ അവ തമ്മിൽ, ആ സർഫസും ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും തമ്മിൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് എന്തായിട്ട് മാറുന്നത്, ഫ്ലക്സ് ആയിട്ട് മാറുന്നത് എന്നത്. അപ്പൊ അത് രണ്ടും നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മളൊരു യൂണിഫോംലി കൺസിഡറേഷനാണ്. എന്നാല് നമുക്കൊരു പോസിറ്റീവ്ലി ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ്ലി ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റും നമുക്കറിയാം, അതിന് ചുറ്റും എന്ത് വരും, ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ആ ചാർജ് അതിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതിന്റെ എല്ലാ വശത്തോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു സർഫസിന്റെ ഒരു ബുക്ക് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഈ സർഫസിൽ കൂടി കടന്നു പോകുന്ന ലൈൻസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ്, ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജിന്റെയോ നെഗറ്റീവ് ചാർജിന്റെയോ ഒക്കെ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടലി ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് മൊത്തമുള്ള എടുക്കുമ്പോഴാണ് അത് ടോട്ടലി ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറുന്നത്. അങ്ങനെ ടോട്ടലി ഇലക്ട്രിക് ഫ്ലക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന
അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർജിന് ചുറ്റുമുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത്. അവിടെ പറയുമ്പോഴ് ഗോസസ് തിയറത്തിനകത്ത് നമ്മൾ പറയുമ്പോഴ് നമുക്ക് ഇവിടെ നമ്മൾ അതിന് ചുറ്റും നമുക്ക് ഒരു എന്താണ് ഒരു സർഫസ് ഇല്ല. സർഫസിന്റെ അകത്തോടെ തുളച്ചു കയറി പോയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് എന്ത് എന്ന് പറയത്തുള്ളൂ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സർഫസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഗോസസ് പറഞ്ഞു, എന്ത് പറഞ്ഞു, ആ ഒരു ചാർജിന് ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് സ്ക്വയർ ആണ് എടുക്കേണ്ടതെങ്കിൽ സ്ക്വയറിന്റെ ഫോമില്, ട്രയാങ്കിളിന്റെ രീതിയിലാണ് എങ്കിൽ ട്രയാങ്കിളിന്റെ രീതിയിൽ, സ്ഫിയറിന്റെ ഫോമിലാണ് എങ്കിൽ സ്ഫിയറിന്റെ, നമുക്ക് ഏതാണോ സൗകര്യാർത്ഥം ആ സൗകര്യാർത്ഥം നമ്മൾ ഈ അതിന് ചുറ്റും ഒരു സർഫസിനെ കൺസിഡർ ചെയ്ത് ആ സർഫസിനെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ ഞാനിവിടെ ഒരു സ്ഫിയറിനെ നമ്മൾ ഇതിന് ചുറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഫിയർ ആ സർഫസിന്റെ അകത്തോടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ലൈൻസ് മുഴുവൻ എന്ത് ചെയ്യും, പോസിറ്റീവ്ലി ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുഴുവൻ ഈ സർഫസിന്റെ അകത്തോടെ തുളച്ച് കയറി പുറത്തോട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ എന്ത് ഫോമായി, ആ സർഫസിന്റെ അകത്തോടെ തുളച്ച് കയറുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മുഴുവൻ എന്തായിട്ട് മാറി, ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ സ്റ്റഡി ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗേഷ്യൻ സർഫസ്, അപ്പൊ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ സർഫസിനെയാണ് ഗേഷ്യൻ സർഫസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഗേഷ്യൻ സർഫസിനെ കൺസിഡർ ചെയ്ത് ഗോസസ് അതിന്റെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സത്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഇതിന്റെ അകത്തോട് പോകുന്ന നമുക്ക് ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഒരു ക്ലോസ്ഡ് സർഫസിന്റെ അകത്താകുമ്പോൾ ഇങ്ങനെ 0 ഇട്ടിട്ട് ഇന്റഗ്രേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എസ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇന്റഗ്രേഷൻ ക്ലോസ്ഡ് സർഫസിന്റെ അകത്തോടെ പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ടൈംസിന് ഈക്വൽ ആണ്. Q/ε0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. ഏത് സർഫസ് എടുത്താലും, എങ്ങനെയുള്ള സർഫസ്, ഏത് രീതിയിലുള്ള ഗേഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്താലും അതിന്റെ അകത്തോടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ചാർജ്, അവിടുത്തെ ടോട്ടൽ ചാർജ്, ഇതിനകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന്, ഈ ചാർജ് ഇത് Q ആണ് എങ്കിൽ ഈ ടോട്ടൽ ചാർജിന്റെ എമൗണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ε0 എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോഴ് ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഒരു ക്ലാസ് റൂമിന്റെ അകത്ത് ഒരു ഗീത എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഗീത എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടീനെ മാത്രമാണ് ഞാൻ ആ ക്ലാസ് റൂമിനകത്ത് നിർത്തിയിരിക്കുന്നത്. ആ കുട്ടിയുടെ മേത്ത് നിന്ന് ഇങ്ങനെ ഹൈ പോസിറ്റീവ്ലി എനർജി അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാവരും ഈ കഥകളെല്ലാം അടച്ചിട്ട് ഈ കുട്ടി മാത്രമാണ് അകത്തിരിക്കുന്നത്, നമ്മളെല്ലാവരും ക്ലാസ് റൂമിന് പുറത്താണ് എന്ന് തിങ്ക് ചെയ്യാം. അപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു 60 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് 6 സൈഡിൽ ഭിത്തി ഉണ്ട് അല്ലെ, 4 സൈഡിൽ ഭിത്തി, പിന്നെ മുകളിൽ ഭിത്തി, താഴെ ഭിത്തി, അങ്ങനെ 6 സൈഡിലും ഭിത്തി ഉണ്ട്. ആ 6 സൈഡിൽ കൂടെയും 60 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തുളച്ചു കയറി പുറത്തോട്ട് വരും. നമ്മളെല്ലാവരും പുറത്തു നിന്ന് കാണുന്നത് പോലെയാണ് എന്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഭിത്തികളെല്ലാം എന്താണ്, ഇവിടുത്തെ നമ്മുടെ സർഫസ് ആണ്. ആ സർഫസിനകത്തോടെ തുളച്ചു കയറി വരുമ്പോൾ അത് എന്തായിട്ട് മാറി, ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറി. ഇനി ഞാന് ഇപ്പൊ ആ ക്ലാസ് റൂമിന്റെ സൈസിനെ ഒന്ന് ചെറുതാക്കിയെന്ന് വിചാരിക്കാം. കുട്ടി അതേപടി ആ നടുക്ക് തന്നെ, ക്ലാസ് റൂമിന്റെ നടുക്ക് തന്നെ നിൽക്കുന്നു. ഇത്രയും ഉണ്ടായിരുന്ന ക്ലാസ് റൂമിനെ ഞാൻ ചെറുതാക്കിയാലും, ക്ലാസ് റൂമിനെ ചെറുതാക്കിയാലും ഈ ഗീത എന്ന് പറയുന്ന വ്യക്തിത്വം എത്ര ലൈൻസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും? 60 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതിന്റെ ഏരിയ ക്ലാസ് റൂമിന്റെ ഏരിയ കുറച്ചാലും എന്ത്, അതിന്റെ
ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗീത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് യാതൊരു വ്യത്യാസവും വരത്തില്ല. അതേ ഈ ഗീതനെ ഞാൻ സെന്ററിൽ നിന്ന് മാറ്റി ഇച്ചിരി ക്ലാസ് റൂമിന്റെ സൈഡിലോട്ട് മാറ്റി നിർത്തി, സൈഡിലോട്ട് മാറ്റി നിർത്തിയാലും ഇവിടെ കൊണ്ടു നിർത്തിയാലും ഈ ക്ലാസ് റൂമിന്റെ അകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗീത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം എത്ര തന്നെയായിരിക്കും പുറത്ത് വരുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ കൂടുതൽ വരുമായിരിക്കും. എന്നാലും നമുക്ക് പുറത്ത് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്രയായിരിക്കും? 60 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചാർജിന്റെ പൊസിഷൻ മാറിയാലോ ആ ക്ലാസ് റൂമിന്റെ ഏരിയ അല്ലെങ്കിൽ സൈസ് കുറച്ചാലോ ഒന്നും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം അവിടെ കുറയുന്നില്ല. എപ്പോഴും എത്ര ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്? 60 ലൈൻസ് തന്നെ നമുക്ക് ഔട്ടർ കാരണം നമുക്ക് ക്ലാസ് റൂമിന് പുറത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടോട്ടൽ ഈ എൻക്ലോസ്ഡ് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിന്റെ സർഫസിൽ കൂടി കടന്നു വരുമ്പോൾ ഭിത്തിയെ കൂടി തുളച്ച് പുറത്ത് വരുന്ന സമയത്ത് അത് ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അവന്റെ അകത്ത് നിൽക്കുന്ന ചാർജ് അല്ലെങ്കിൽ ആ ഗീത എന്ന് പറയുന്ന ചാർജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ചാർജിന് 60 ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് എങ്കിൽ ആ ചാർജിന്റെ കപ്പാസിറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഗീത എന്ന് പറയുന്ന ചാർജിനെ ഞാൻ 60 എന്നുള്ളത് 120 എമൗണ്ട് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജുള്ള ഒരു വസ്തുവാക്കി മാറ്റിയാൽ പുറത്തോട്ട് വരുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ എണ്ണവും 120 ആകും. അപ്പൊ ഇവിടെ ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഈ ഇൻസൈഡിൽ ഇരിക്കുന്ന ചാർജിന്റെ എമൗണ്ടിനെ മാത്രമാണ് ബാധിക്കുന്നത്. അതാണ് നമ്മുടെ ഗോസസ് തിയറം പറഞ്ഞത്. അപ്പൊ ഈ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി 2 എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ E.ds ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമുക്ക് ഓൾവേസ് അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് 1/ε0 എന്ന് പറയുന്നത്. 1/ε0 into Q എന്ന് പറയുന്നത്. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ടോട്ടൽ ഒരു ഗേഷ്യൻ സർഫസ് ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജ് ഗീതയുടെ സ്ഥാനത്ത് നമ്മൾക്ക് ചാർജ് ആണ്. ഒരു ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡിങ് ഓൺ ഏത് ഫാക്ടറിനെ മാത്രമാണ്? ഇൻസൈഡിലുള്ള ഈ ഒരു ചാർജിന്റെ എമൗണ്ടിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്ത് എന്ന് പറയുന്നത്? എൻക്ലോസ്ഡ് സർഫസിന്റെ അകത്ത്, അതായത് ക്ലോസ്ഡ് ആയിരിക്കണം ആ ഒരു സർഫസ്, അല്ലെങ്കിൽ ഈ ഒരു ഗോസസിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് എന്തിനെ മാത്രമാണ്? ഇൻസൈഡിലിരിക്കുന്ന ചാർജിന്റെ എമൗണ്ട് മാത്രമാണ് അവിടെ ഡിപ്പെൻഡിങ് ഫാക്ടർ. വേറെ ഒരു ഏരിയാനെയോ അല്ലെങ്കിൽ ചാർജിന്റെ പൊസിഷനോ അല്ലെങ്കിൽ വേറെ ഡയമെൻഷനോ ഒന്നും ഇതിന്റെ അകത്ത് ബാധകമല്ല എന്നാണ് പ്രോസസ് പറഞ്ഞു നിർത്തിയത്. സോ ദ ലോ സ്റ്റേറ്റ് ദാറ്റ് ഇൻ ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ഇൻ എൻക്ലോസ്ഡ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്ന എല്ലാ ഇലക്ട്രിക് ഫ്ലക്സും എൻക്ലോസ്ഡ് സർഫസ്, അത് മസ്റ്റ് ആണ്. ഒരു എൻക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോസ്ഡ് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സർഫസ് ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് കൺസിഡർ ചെയ്യാൻ. ഇനി എൻക്ലോസ്ഡ് സർഫസ് പിന്നെ ഫ്രീ സ്പേസ് ആയതുകൊണ്ടാണ് ഇവിടെ ε0 വന്നത്. ε0 എന്താണ്? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇനി മീഡിയം ആവുകയാണെങ്കിൽ ഇവിടെ 0 എന്നുള്ളത് എന്താകും? ε r ആകും. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ലോ പറയുന്നത് ഇൻ ഫ്രീ സ്പേസിന്റെ കേസസിലാണ്. ഇൻ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് 1/ε0. അവിടുത്തെ കോൺസ്റ്റന്റ് ആണ് 1/ε0. 1/ε0 into in the net charge enclosed. The net charge enclosed എന്ന് പറഞ്ഞാൽ ക്യൂബ്. നമുക്ക് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ക്യൂബ് ആണ്. എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. the net charge enclosed by that. അന്ന് ഡിപ്പെൻഡിങ് ഫാക്ടർ എൻക്ലോസ്ഡ് ചാർജിനെ മാത്രമായിരിക്കും. ആ എൻക്ലോസ്ഡ് സർഫസിന്റെ അകത്തിരിക്കുന്ന ആ ഒരു ചാർജിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 1/ε0 ടൈംസ് 1/ε0 എന്ന് പറയുന്നത് നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആണ് 1/ε0. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയുകയാണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇത് ഇവിടെ പഠിക്കണം. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ്. നോർമൽ ആയിട്ട് കടന്നു തന്നെ പെർപെൻഡിക്കുലർ സർഫസിന് നമ്മൾ പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആകണമെങ്കിലുള്ള കണ്ടീഷനാണ് എന്ത് എന്ന് പറയുന്നത്? നോർമൽ ആയിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് കടന്നു പോവുക. ദ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി എൻക്ലോസ്ഡ് സർഫസ്.
അത് മസ്റ്റ് ആണ്. എൻക്ലോസ്ഡ് സർഫസ് ഇവിടെ നമ്മൾ പറയുന്ന എന്തിനെ കുറിച്ചാണ്? ഇൻ എ ഫ്രീ സ്പേസ് ഈസ് 1/0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ഇപ്പൊ ക്ലാസ് റൂമിന്റെ അകത്ത് ഗീതയുടെ കാര്യം ഓർക്കുക. ഗീത ഓൾവേസ് 60 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്ലാസ് റൂമിന്റെ ഏരിയ കുറച്ചാലോ ആ ഗീതയുടെ പൊസിഷൻ ആ ക്ലാസ് റൂമിന്റെ അകത്ത് എൻക്ലോസ്ഡ് സർഫസിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും ഗീത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം 60 തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസമില്ല. ഗീത പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗീതയുടെ കഴിവ് കപ്പാസിറ്റി നമ്മൾ കൂട്ടി 60 എന്നുള്ളത് 120 ലൈൻസ് ആണ് ഗീത പ്രൊഡ്യൂസ് ചെയ്യുന്ന. കപ്പാസിറ്റി കൂട്ടിയാൽ മാത്രമേ ചാർജിന് എമൗണ്ട് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ. ആ ചാർജിനെ മാത്രമാണ് അത് ഡിപ്പെൻഡിങ് ഫാക്ടർ, വേറെ ഒന്നിനെയും അത് ബാധിക്കുന്നില്ല. അപ്പൊ അതാണ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. അപ്പൊ ഇതാണ് നമ്മുടെ അതിനെ മാത്തമാറ്റിക്കൽ വേയിൽ എഴുതുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ഒരു സർഫസ് ഇന്റഗ്രൽ ആണ് ഇട്ടിരുന്നത്. ഇവിടെ നമ്മുടെ ക്ലോസ്ഡ്, ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇവിടെ ക്ലോസ്ഡ് കാണിക്കാറുണ്ട്. ക്ലോസ്ഡ് സർഫസ്, അതായത് ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ക്ലോസ്ഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു 0 ഇടും. ഇനി ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇവിടെ നേരത്തെ പോലെ തന്നെ എസും കാണിക്കാനുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q, ദാറ്റ് ഈസ് Q/ε0 തുല്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗോസസിലും. അപ്പൊ ഇതിന്റെ നമുക്ക് അടുത്തതിന് നമ്മുടെ പ്രൂഫിന്റെ അകത്തുള്ളൂ. അപ്പൊ ഇത് പ്രത്യേകം ആകണം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡിങ് ഓൺ ആ ചാർജിന്റെ എമൗണ്ടിനെ മാത്രമാണ്. പിന്നെ എൻക്ലോസ്ഡ് സർഫസിൽ മാത്രമാണ് ഈ ഗോസസിലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സർഫസ് ആണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഏത് സർഫസ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഇതിന്റെ പ്രൂഫിന്റെ അകത്തോട്ട് പോകാം. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗോസസ് ലോയുടെ പ്രൂഫാണ്. അപ്പൊ ഗോസസ് ലോ നമ്മളോട് എന്താണ് പറഞ്ഞത്? ഒരു എൻക്ലോസ്ഡ് സർഫസിനുള്ളിലിരിക്കുന്ന ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു Q എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞ് ഗേഷ്യൻ സർഫസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാം, ഇഷ്ടമുള്ള സൈസിൽ. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇവിടെ അതിന്റെ പ്രൂഫിന്റെ അകത്തോട്ട് പോവുകയാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പിയർ ആണ്. നമ്മുടെ സൗകര്യാർത്ഥം നമ്മളൊരു സ്പിയർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂളംസിലോ അനുസരിച്ചിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. പക്ഷെ അവിടെയെല്ലാം നമ്മൾ പറയുന്നത് ഇസ് എ പോയിന്റ് ചാർജ്, അല്ലെങ്കിൽ ചാർജസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിന്റെ കൺസിഡറേഷനിലാണ്. അപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ ഇൻഡക്ഷൻ വഴിയോ കണ്ടക്ഷൻ മെത്തേഡ് വഴിയോ ഫ്രിക്ഷൻ വഴിയോ ഒക്കെ നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ കഴിഞ്ഞ നേരത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസസ് ഒക്കെ പഠിച്ചു. അതിന്റെ ഡയമെൻഷനും നേച്ചറും ഒക്കെ അനുസരിച്ചിട്ട് ആ ചാർജസ് ആ വോൾ ബോഡിയിൽ സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഒരു സ്ഥലത്ത് ചാർജ് ഒന്നിച്ചുകൂടി ഇരിക്കുമല്ല, അതിനെ നമുക്ക് പോയിന്റ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് കൂളംസ് ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലോയാണ് ഈ ഗോസസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ കൂളംസ് ലോനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ ആപ്ലിക്കബിലിറ്റി കിട്ടുന്നത് ഈ ഗോസസ് ലോയിലാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. സോ അപ്പൊ നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ളത് നമ്മുടെ ലോ ഇതാണ്. പൈ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു Q/ε0 എന്നുള്ളതാണ് നമ്മൾ പ്രൂഫ് ചെയ്യാനുള്ളത്. ദാറ്റ് ഇസ് എ ഗോസസ് ലോ. ഇനി നമ്മൾ ഇവിടെ ലോ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മളൊരു ചാർജിനെ നമ്മുടെ ഒരു +Q ചാർജിനെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ആ +Q ചാർജിന് ചുറ്റും എന്തുണ്ട്? ഈ +Q ചാർജിന് ചുറ്റും ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയുന്നതിന് വേണ്ടി, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് അറിയുന്നതിന് വേണ്ടി ആ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്ന ഒരു ഗേഷ്യൻ സർഫസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഈ റൗണ്ടിൽ വരച്ചിരിക്കുന്നത് നമ്മൾ എന്താണ്? ഒരു ഗേഷ്യൻ സർഫസ് ആണ്. ഒരു സ്പിയറിനെ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ
ഹൈപ്പോത്തറ്റിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു പ്ലസ് ക്യൂ ചാർജ് ഇരിക്കുന്നുണ്ട്. ആ പ്ലസ് ക്യൂ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഗേഷ്യൻ സർഫസിൽ കൂടി ക്രോസ് ചെയ്ത് വരുമ്പോൾ അത് എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിൽ കൂടി തുടച്ചു കയറി ക്രോസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ പോകുന്ന ഒരു ഗേഷ്യൻ സർഫസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സിന്റെ കാൽക്കുലേഷനിലൊക്കെ നമ്മൾ എന്ത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പും യൂണിഫോം അല്ല നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിക്കാനായിട്ട് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് നമ്മൾ എടുത്തത് എങ്കിൽ ഗോസസ് ലോയ്ക്കകത്ത് നമ്മൾ എന്ത് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം? ഇന്റഗ്രേഷൻ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇവിടെയും നമ്മൾ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷന്റെ അകത്തും നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? ഇന്റഗ്രേഷൻ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെത്തേഡ് ഏതാണ് എന്ന് കറക്റ്റ് ഓർത്തിരിക്കുക. കുറെ സ്ഥലത്തോട്ട് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്? ഇന്റഗ്രേഷൻ മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഇന്റഗ്രേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് ഇന്റഗ്രേഷൻ മെത്തേഡ് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ എന്തെടുക്കണം? ഒരു സ്മോൾ എലമെന്റൽ ഏരിയയുടെ നമ്മൾ എന്ത് കാണണം? ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് അതിന്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ മെത്തേഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു സ്മോൾ എലമെന്റൽ ഏരിയ. ഈ സ്പിയറിന്റെ റേഡിയസ് നമ്മൾ R ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒരു സ്മോൾ എലമെന്റൽ ഏരിയ ഇവിടെ ഈ പറയുന്ന ഈ ഗേഷ്യൻ സർഫസിന്റെ ഈ പോയിന്റ് ആണ് പി എന്ന് പറയുന്ന ഈ പി യെ കൂട്ടി നമ്മൾ DS എന്ന് പറയുന്ന ഒരു സ്മോൾ എലമെന്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പി യെ കൂട്ടി നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൽ DS എന്ന് പറയുന്ന ഒരു എലമെന്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ എലമെന്റൽ ഏരിയ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏരിയ കൺസിഡർ ചെയ്താൽ അവിടെ നമ്മൾ എന്ത് നോക്കണം? ഏരിയ എന്ന് പറയുന്നത് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണ് എങ്കിൽ ആ ഏരിയനെ നമ്മൾ എന്തായിട്ട് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. അപ്പൊ എലമെന്റൽ ഏരിയയ്ക്ക് നമ്മൾ പറഞ്ഞു ഇതിപ്പോ ഒരു സർഫസ് ആണ് എങ്കിൽ അതിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ആണ് എന്ത് എന്ന് പറയുന്നത്? അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എലമെന്റൽ ഏരിയയുടെ ഡയറക്ഷൻ ഏതാണ്? ഈ ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് എലമെന്റൽ ഏരിയയുടെ ഏരിയ വെക്ടർ നിൽക്കുന്നത് എന്ന് മസ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഈ പ്രൂഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ പോയിന്റ് ആണ്. എലമെന്റൽ ഏരിയയുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. സെയിം ഡയറക്ഷനിൽ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും നമുക്ക് ഏത് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്? ഈ സെയിം വേയിൽ തന്നെയാണ് പോകുന്നത്. സെയിം വേയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ EDS cos θ എന്നുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ cos θ ആംഗിൾ θ എന്ന് പറയുന്നത് എന്താണ്? cos θ ആംഗിൾ θ രണ്ടും ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡിന്റെ ഐയും ഏത് ഡയറക്ഷനിലാണ്? ഒരുപോലെ സെയിം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരുപോലെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ θ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 ആണ്. ആംഗിൾ θ 0 ആണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഫസ്റ്റ്. നമുക്കപ്പോ cos θ എന്ന് പറയുന്നത് cos 0 ആണ്. cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു റീഡിങ് അതുകൊണ്ട് EDS d പൈ എന്ന് പറയുന്നത് EDS ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ആംഗിൾ θ 0 എന്നത്? ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. നമ്മുടെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ അകത്ത് ആംഗിൾ θ എന്ന് പറയുന്നത് എന്താണ്? അവ തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ ആംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ രണ്ടും ഒരേ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ആംഗിളിന്റെ θ എന്ന് പറയുന്നത് 0 ആണ്. therefore cos 0 ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളത്. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് പോയിന്റ് P എന്ന് പറയുന്ന ആ ഒരു ഇത് ഗേഷ്യൻ സർഫസ് ആണ്. ഇത് പോയിന്റ് ആ ഗേഷ്യൻ സർഫസിലുള്ള ഒരു പോയിന്റ് ആണ് P. ആ P യെ കൂട്ടി നമ്മൾ ഒരു സ്മോൾ എലമെന്റൽ ഏരിയ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്മോൾ എലമെന്റൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. therefore DS എന്ന് പറയുന്ന എലമെന്റൽ ഏരിയ ഈ സ്പിയറിന്റെ റേഡിയസ് R ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇവിടെ ഇതിന്റെ ഏരിയ സ്മോൾ എലമെന്റൽ ഏരിയയുടെ ഏരിയ വെക്ടറും
ഇലക്ട്രിക് ഫീൽഡിലും സെയിം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഒരു ഗേഷൻ സർഫസിന്റെ അകത്ത് ഒരു പോസിറ്റീവ് ചാർജിന് നമ്മൾ വെച്ചിരിക്കുന്നു. അതിന്റെ റേഡിയസ് r, ds എലമെന്റൽ ഏരിയ സറൗണ്ടിങ് p. ഇനി നമ്മൾ ടോട്ടൽ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എന്താ ഫ്ലക്സ് അസോസിയേറ്റഡ് ds എന്ന എലമെന്റിന്റെ അവിടുത്തെ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക്കൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന d പൈ ഇസിക്കൽ ടു സ്മോൾ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന EDS കോസ് തീറ്റയാണ്. കോസ് തീറ്റ EDS കോസ് തീറ്റ EDS കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 ആംഗിൾ തീറ്റ 0 ആണ്. therefore EDS into cos 0. cos 0യുടെ റീഡിംഗ് 1 ആണ്. therefore നമ്മുടെ ഇക്വേഷൻ d പൈ is equal to EDS എന്നാകും. ഇനി നമ്മളിപ്പോ സ്മോൾ എലമെന്റൽ ഏരിയയുടെ കേസസ് ആണ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്തിട്ട് എന്താണ് ഈ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത് എന്താണ് ആ ഒരു ഗേഷൻ, അതായത് പ്ലസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ds എലമെന്റിന്റെ കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ക്ലോസ്ഡ് സർഫസിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റിന്റെ അവിടെ ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എന്നുള്ള സിമ്പിളും ഇവിടെ നമ്മള് ഫ്ലക്സിന്റെ എസ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്റഗ്രേഷൻ ക്ലോസ്ഡ് സർഫസിന്റെ ടോട്ടൽ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. നമ്മൾ ഇവിടെ സ്മോൾ എലമെന്റൽ ഏരിയയിൽ നിന്ന് നമ്മൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ അകത്തോട്ട് വരുമ്പോൾ d എന്നുള്ളത് ക്യാൻസൽ ചെയ്യുക. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ടോട്ടലിലോട്ട് വരുമ്പോൾ d എന്നുള്ള ലെറ്റർ മാറ്റുക. therefore പൈ ഇസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ എന്ത് വരും? ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കുക. ക്ലോസ്ഡ് സർഫസ് EDS എന്ന് കൊടുക്കുക. EDS എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് r റേഡിയസിന്റെ അകത്ത് ഈ സ്പിയറിന്റെ റേഡിയസ് എല്ലാം ചുറ്റോട് ചുറ്റും സ്പിയർ ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ചുറ്റോട് ചുറ്റും എന്താണ് അതിന്റെ റേഡിയസ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ ഒരു റീജിയനിന്റെ അകത്ത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നെ വെളിയിലെടുക്കുക. therefore ബാക്കിയുള്ളത് ഇന്റഗ്രേഷൻ ലിമിറ്റ് ക്ലോസ്ഡ് സർഫസ് ഇൻറ്റു ds ആണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ പൈ ഇസ് ഈക്വൽ ടു ഈ ഇന്റഗ്രേഷൻ ലിമിറ്റ് ds എന്നാണ്. ഈ ഇതിനകത്ത് നമുക്ക് രണ്ട് റീഡിംഗ് ഉണ്ട്. ഒന്ന് ഉണ്ട്, രണ്ടാമത് ds ഇന്റഗ്രേഷൻ ലിമിറ്റ് ഓഫ് ds ഉണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ റീഡിംഗ് മാറ്റി കൊടുക്കുന്നു. അപ്പം പൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇന്റഗ്രേഷൻ ലിമിറ്റ് ds. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അറ്റ് പോയിന്റ് ചാർജസിന്റെ കേസസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ കൂളംസിലോ ബേസ് ചെയ്ത് കൂളംസിലോ കഴിഞ്ഞിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ E is equal to 1/4πε0 Q divided by r². ഇവിടെ റേഡിയസ് r തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 1/4πε0 അതിന്റെ അകത്തിരിക്കുന്ന ചാർജ് Q ആണ്, ഡിവൈഡ് ബൈ അതിന്റെ റേഡിയസ് r ആയതുകൊണ്ട് r² തന്നെ. അപ്പൊ ഈ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4πε0 Q divided by r² ആണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ ഓഫ് ds എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ്. ഇന്റഗ്രേഷൻ ഓഫ് ds എന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഈ ക്ലോസ്ഡ് സ്പിയറിന്റെ ടോട്ടൽ ഏരിയയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്രയാണ്? സ്പിയറിന്റെ നമുക്കറിയാം സർഫസ് ഏരിയ ഓഫ് എ ഗേഷ്യൻ സ്പിയറിന്റെ ഈ ഗേഷ്യൻ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4πr² ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഓഫ് ക്ലോസ്ഡ് സർഫസിന്റെ EDS എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 4πr² ആണ്. അപ്പൊ സർഫസ് ഏരിയ ഈ സ്ഥാനത്ത് എന്ത് വരും? 4πr² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഈ രണ്ട് റീഡിംഗ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. യുടെ സ്ഥാനത്ത് 1/4πε0 Q divided by r². അത് ഓൾറെഡി നമ്മൾ പഴയ ക്ലാസ്സുകളിന്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. രണ്ടാമത് ഈ സ്പിയറിന്റെ സർഫസ് ഏരിയ ആണ് ക്ലോസ്ഡ് ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഇന്റഗ്രേഷൻ ഓഫ് ds എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സർഫസ് ഏരിയയാണ്. സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. therefore അതിന്റെ റീഡിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക 4πr². therefore നമ്മുടെ ഇക്വേഷൻ become 1/4πε0 Q divided by r² into 4πr². പിന്നെ നമുക്ക് കട്ട് ചെയ്യാം. 4π ഇവിടെയുണ്ട്, ഇതൊരു 4π ആണ്, അത് കട്ട് ചെയ്യുക. ഇവിടെയുണ്ട് 4π, അത് രണ്ടും കട്ട് ചെയ്യാം. ഇവിടെ r² ഉണ്ട്, ഈ r² ഈ r² കട്ട് ചെയ്യുക.
അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് പൈ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഹെൻസ് ഇറ്റ് ഈസ് എ പ്രൂവ്ഡ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമ്മുടെ എന്താണ് പൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ് നമുക്ക് പ്രൂഫ് ചെയ്യാനുണ്ടായിരുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 1/ε0 ടൈംസ് ഇൻറ്റു അകത്തിരിക്കുന്ന ചാർജ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ചാർജ് എന്താണ് ക്യൂ ആണ്. therefore 1/ε0 ഇൻറ്റു ക്യൂ ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡ് ബൈ ε0. അപ്പം ഇതാണ് നമ്മുടെ ഗോസസ് ലോയുടെ പ്രൂഫ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഇതിന്റെ ആപ്ലിക്കേഷൻ സൈഡിൽ നമുക്ക് 2-3 ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ അകത്തോട്ട്. ഓക്കെ, താങ്ക് യു.